ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിൽഡാർ കറന്റ് സോഴ്സിനെ പറ്റിയാണ്. അപ്പൊ എന്താണ് വിൽഡാർ കറന്റ് സോഴ്സ്? ഇപ്പൊ നമ്മുടെ ഓപ്പറേഷണൽ ആംപ്ലിഫയറിൽ ലോ ഇൻപുട്ട് കറന്റ് ആവശ്യമായിട്ട് വരും. അന്നേരം ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കറന്റ് സോഴ്സ് ആണ് വിൽഡാർ കറന്റ് സോഴ്സ്. അതായത് നമ്മൾ ചില ഓപ്പറേഷണൽ ആംപ്ലിഫയറിൽ എന്താവശ്യമായിട്ട് വരും? ലോ ഇൻപുട്ട് കറന്റ് ആവശ്യമായിട്ട് വരും. അന്നേരം ചില ഓപ്പാമ്പിന്റെയൊക്കെ ഇൻപുട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് ബയാസ് ചെയ്തിരിക്കുന്നത് വെരി ലോ ഇൻപുട്ട് കറന്റിനായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഏതാണ്ട് 5 മൈക്രോ ആംബിയർ കറന്റിനൊക്കെ, അത്രയും ലോ ആയിട്ടുള്ള കറന്റിനൊക്കെ ആയിരിക്കും നമ്മൾ ഓപ്പാമ്പിന്റെ ഇൻപുട്ട് കറന്റ് ആവശ്യമായിട്ട് വേണ്ടി വരുന്നത്. അങ്ങനെയുള്ള ഓപ്പാമ്പിൽ നമ്മൾ കറന്റ് സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് വിൽഡാർ കറന്റ് സോഴ്സ്. ഇനി നമുക്ക് ഇതിന്റെ സർക്യൂട്ട് അനാലിസിസിലോട്ട് നോക്കാം. അന്നേരം ഇവിടെ IREF എന്ന് പറയുന്ന ഒരു റെഫറൻസ് കറണ്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഓൾസോ ഇൻ ദ സർക്യൂട്ട് 2 ട്രാൻസിസ്റ്റേഴ്സ് വി ആർ യൂസിങ്. ഏതൊക്കെയാണ്? Q1, Q2 എന്ന് പറയുന്ന 2 ട്രാൻസിസ്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഈ 2 ട്രാൻസിസ്റ്റേഴ്സും എന്താണ്? ഐഡന്റിക്കൽ ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഈ 2 ട്രാൻസിസ്റ്റേഴ്സും ഐഡന്റിക്കൽ ആണ്. ഈ Q2വിന്റെ എമിറ്ററിൽ നമ്മൾ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്? ഒരു എമിറ്റർ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അന്നേരം ഈ 2 ട്രാൻസിസ്റ്റേഴ്സും ഐഡന്റിക്കൽ ആണെങ്കിലും വി ആർ കണക്ടിങ് എ RE റെസിസ്റ്റർ അറ്റ് ദ എമിറ്റഡ് ടെർമിനൽ ഓഫ് Q2 അല്ലെ? Q2 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിന്റെ എമിറ്റഡ് ടെർമിനലിൽ RE എന്ന് പറയുന്ന ഒരു റെസിസ്റ്റർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ VBE1 ഫസ്റ്റ് ട്രാൻസിസ്റ്ററിന്റെ ബേസ് എമിറ്റർ വോൾട്ടേജും സെക്കൻഡ് ട്രാൻസിസ്റ്ററിന്റെ ബേസ് എമിറ്റർ വോൾട്ടേജും എന്തായിരിക്കും? ഡിഫറന്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ എമിറ്റർ റെസിസ്റ്റൻസ് യൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് VBE1ഉം VBE2ഉം എന്തായിരിക്കും? ഡിഫറന്റ് ആയിരിക്കും. സ്വാഭാവികമായിട്ടും എന്താണ്? VBE2 എന്ന് പറയുന്നത് എന്തിനെക്കാട്ടിയും കുറവായിരിക്കും? VBE1നെക്കാട്ടിയും കുറവായിരിക്കും. അന്നേരം ഇവിടുത്തെ ബേസ് എമിറ്റർ വോൾട്ടേജ് കുറവായതുകൊണ്ട് ഈ കറണ്ട് എന്ന് പറയുന്നത് ഈ IC1 കറണ്ടിനെക്കാട്ടിയും IC2 കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ, ഇവിടെ രണ്ടും ഇതിന് നേരെ ഇതേപോലെ ഇതിന് സിമെട്രിക്കൽ ആയിട്ടല്ല ഇതിരിക്കുന്നത് അല്ലേ? ഈ ഒരു സെഷന് സിമെട്രിക്കൽ ആയിട്ടല്ല ഈ ഒരു സെഷൻ ഇരിക്കുന്നത്. ഇവിടെ ഒരു RE എന്ന് പറയുന്ന റെസിസ്റ്ററും മറ്റു കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സർക്യൂട്ടിനെ നമ്മൾ മിറർ സർക്യൂട്ട് എന്നല്ല വിളിക്കുന്നത്. ഈ സർക്യൂട്ടിനെ വിളിക്കുന്ന പേരാണ് ലെൻസ് സർക്യൂട്ട്. നമ്മൾ സിമെട്രിക്കൽ ആയതുകൊണ്ടാണ് മറ്റേ സർക്യൂട്ടിനെ എല്ലാം കറണ്ട് മിറർ സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്. ഇതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ലെൻസ് സർക്യൂട്ട് എന്നാണ് നമ്മളിവിടെ വിളിക്കുന്നത്. സോ ഡ്യൂ ടു അസിമെട്രിക് നേച്ചർ ഓഫ് ബേസ് എമിറ്റർ ലൂപ്പ് ദ സർക്യൂട്ട് ഈസ് കോൾഡ് ലെൻസ് റാദർ ദാൻ മിറർ. നമുക്ക് ഇതിനെ എന്തെന്നാ വിളിക്കുന്നത്? ലെൻസ് എന്നാണ്, മിറർ എന്നല്ല വിളിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ അനാലിസിസിലോട്ട് പോവാം. അനാലിസിസിലായി ആദ്യം നമുക്ക് ഇതിന്റെ ബേസ് എമിറ്റർ ലൂപ്പിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? KVL അപ്ലൈ ചെയ്യാം. അന്നേരം ബേസ് എമിറ്റർ ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ ഇവിടുത്തെ വോൾട്ടേജും അതേപോലെ ഇവിടുത്തെ വോൾട്ടേജും എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? സോ വി ആർ അപ്ലൈയിങ് KVL അറ്റ് ദ ബേസ് എമിറ്റർ ലൂപ്പ്. അന്നേരം ബേസ് എമിറ്റർ ടോട്ടലായിട്ട് ഈ ബേസ് എമിറ്റർ ലൂപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ലൂപ്പാണ്. ഈ കാണുന്ന ലൂപ്പാണ് ബേസ് എമിറ്റർ ലൂപ്പ്. ഇതിനകത്ത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? ഈ VBE1 ആണ് നമ്മുടെ ടോട്ടൽ വോൾട്ടേജ്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ VBE1 എന്ന് പറയുന്നത്, ഇത്രയും വോൾട്ടേജ് എന്ന് പറയുന്നത് കുറച്ച് ഇവിടെ പോവും, ബാക്കി കുറച്ച് ഇവിടെയും പോവും അല്ലേ? അന്നേരം നമുക്ക് എങ്ങനെ എഴുതാം? KVL ബേസ് എമിറ്റർ ലൂപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് VBE1 ഇസ് ഈക്വൽ ടു ഇത്രയും വോൾട്ടേജ് ആണ് VBE1. ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ള ഈ ഒരു വോൾട്ടേജ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? VBE1 എന്ന് പറയുന്നത്. അന്നേരം ഈ VBE1 എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ആവുന്നു? കുറച്ച് ഇവിടെ പോകുന്നു. ഇവിടെ പോകുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് VBE2 അല്ലെ? VBE2 പ്ലസ് ഇനി കുറച്ച് ഏതാണ്? ഈ RE എന്ന് പറയുന്ന റെസിസ്റ്ററിൽ പോകുന്നു. REയിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന വോൾട്ടേജ് അറിയാം. അന്നേരം ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? IB2 എന്ന് പറയുന്ന കറണ്ട് എമിറ്ററിൽ വരുന്നുണ്ട്. കൂടാതെ IC2 അല്ലെങ്കിൽ I2 എന്ന് പറയുന്ന കറണ്ടും എമിറ്ററിൽ വരുന്നുണ്ട് അല്ലെ? അന്നേരം IB2 പ്ലസ് IC2 എന്ന് പറയുന്നതാണ് ഇതിനകത്തെ എമിറ്റർ കറണ്ട് എന്ന് പറയുന്നത്. സോ നമുക്ക് എങ്ങനെ എഴുതാം? IB2 പ്ലസ് IC2 ഇൻറ്റു ടോട്ടൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് RE എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് VBE1. ഈ VBE2നെയും കൂടെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. അന്നേരം മൈനസ് VBE1 മൈനസ് VBE2 ഇസ് ഈക്വൽ ടു IB2 പ്ലസ് IC2 ഇൻറ്റു ഇൻറ്റു RE. ഓക്കെ, ഇനി നമുക്ക് ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ കറണ്ടിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഫോർ എ ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ കറണ്ടിന്റെ ഇക്വേഷൻ ആണ് നമുക്ക്
രണ്ട് കളക്ടർ കറണ്ട് ഉണ്ടല്ലേ, IC1 ഉണ്ട് IC2 ഉണ്ട്. അന്നേരം IC1 നമുക്ക് ഇതാ ഇങ്ങനെ എഴുതാം, IC1 ഈസ് ഈക്വൽ ടു എന്താണ് IS ഇൻറ്റു ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, e റൈസ് ടു VBE VBE ഇത് ഫസ്റ്റ് ട്രാൻസിസ്റ്ററിന്റെ ആയതുകൊണ്ട് VBE1 എന്ന് നമുക്ക് എഴുതാം ഡിവൈഡഡ് ബൈ VT. ഓക്കെ, ഇതേപോലെ IC2 നമുക്ക് എഴുതാം, IC2 ഇസ് ഈക്വൽ ടു അതും എന്താണ് IS ഇൻറ്റു e റൈസ് ടു VBE2 ഡിവൈഡഡ് ബൈ VT. ഓക്കെ, ഇതിനെ ഇക്വേഷൻ നമ്പർ നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, അതായത് ഈ ഒരു ഇക്വേഷൻ നമ്പർ 1 എന്ന് ഞാൻ വിളിച്ചു, ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ഇനി നമ്മുടെ ഈ ഇക്വേഷൻ നമ്പർ തൽക്കാലം ഇതിനെ ഒന്നും വിളിക്കണ്ട, നമുക്കിനി അടുത്തതിലോട്ട് കിടക്കാം, എന്നിട്ട് അതിനെ വിളിക്കും. ഈ ഇക്വേഷൻ എവിടെ കേട്ടിട്ടുണ്ടെന്ന് ഓർമ്മയുണ്ടെങ്കിൽ പറയുക. ഈ ഇക്വേഷന് പറയുന്ന പേരാണ് എബർമോൾ ഇക്വേഷൻ എന്ന് പറയും. ട്രാൻസിസ്റ്ററിന്റെ കേസിലുള്ള എബർമോൾസ് ഇക്വേഷൻ ആണ് ഈ രണ്ടെണ്ണം നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് IS എന്ന് പറയുന്നത് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ആണ്. ട്രാൻസിസ്റ്ററിന്റെ കേസിലുള്ള എന്താണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ആണ്. VT എന്ന് പറയുന്നത് വോൾട്ട് ഈക്വലന്റ് ഓഫ് ടെമ്പറേച്ചർ ആണ്. വോൾട്ട് ഈക്വലന്റ് ഓഫ് ടെമ്പറേച്ചർ ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയാണ്. VT എന്ന് പറയുന്നത് എന്താണ്, വോൾട്ട് ഈക്വലന്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് KT ഡിവൈഡഡ് ബൈ Q ആണ് കേട്ടോ. KT ബൈ Qനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, VT എന്ന് വിളിക്കുന്നത്. ടെമ്പറേച്ചർ ഏതാണ്ട് 300 കെൽവിൻ ആണെങ്കിൽ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 26 മില്ലി വോൾട്ട് ഒക്കെ ആയിരിക്കും കേട്ടോ. അന്നേരം ഓർത്തിരിക്കുക, ഈ രണ്ടെണ്ണം എഴുതിയത് നമ്മൾ എന്താ എഴുതിയിരിക്കുന്നത്, ട്രാൻസിസ്റ്ററിന്റെ കേസിലുള്ള എബർമോൾ ഇക്വേഷൻ ആണ്. ആദ്യത്തെ ട്രാൻസിസ്റ്ററിന്റെ കേസിലുള്ള കളക്ടർ കറണ്ട് അന്നേരം എബർമോൾ ഇക്വേഷൻ അനുസരിച്ച് IS ഇൻറ്റു e റൈസ് ടു VBE1 ഡിവൈഡഡ് ബൈ VT എന്ന് എഴുതാം. IC2 ഈസ് ഈക്വൽ ടു IS ഇൻറ്റു e റൈസ് ടു VBE2 ഡിവൈഡഡ് ബൈ VT എന്നും എഴുതാം. ഇനി ഞാൻ ഇതിനകത്ത് ഇതേ ഡിവൈഡഡ് ബൈ ഇത് ചെയ്യുന്നു. ആദ്യത്തെ ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ കറണ്ട് ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ കറണ്ട് എന്ന് എടുക്കുന്നു. അന്നേരം എനിക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം, IC1 divided by IC1 divided by IC2 is equal to e raised to VBE1 minus VBE2 divided by VT എന്ന് എഴുതാം, divided by VT. ഓക്കെ, ഇങ്ങനെ എഴുതി കൂടെ, കാരണം എന്താണ് IS into e raised to VBE1 by VT divided by IS into e raised to VBE2 by VT. IS ക്യാൻസൽ ആയി പോയിട്ട് VBE1 minus VBE2 whole divided by VT എന്ന് കിട്ടും. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിച്ചു. ഇതാണ് എൻ്റെ ഇക്വേഷൻ നമ്പർ 2. ഇനി ഞാൻ ഇതിന്റെ രണ്ട് സൈഡിലും ഞാൻ നാച്ചുറൽ ലോഗരിതം എടുക്കാൻ പോവുകയാണ്. ഇവിടെയും LNന്റെ ടേംസിലോട്ട് മാറ്റും, ഇതിനെയും LNന്റെ ടേംസിലോട്ട് ആക്കും. അപ്പം ഞാൻ രണ്ട് സൈഡിലും എന്തെടുക്കുകയാണ്, നാച്ചുറൽ ലോഗരിതം എടുക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, LN എന്താണ് IC1 ഡിവൈഡഡ് ബൈ IC2, LN IC1 ഡിവൈഡഡ് ബൈ IC2 ഈസ് ഈക്വൽ ടു എന്താണ് VBE1 മൈനസ് VBE2 ഡിവൈഡഡ് ബൈ VT LNE. LNE എന്ന് പറയുന്നത് എന്താണ്, 1 ആണ് അല്ലേ. നമ്മൾ ഇതിനകത്ത് നാച്ചുറൽ ലോഗരിതം എടുക്കുകയാണ്. അന്നേരം LN IC1 ഡിവൈഡഡ് ബൈ IC2 ഇസ് ഈക്വൽ ടു log e റൈസ് ടു എക്സിനെ എങ്ങനെ എഴുതാം, x log e എന്ന് എഴുതാം. അതേപോലെ VBE1 മൈനസ് VBE2 ഡിവൈഡഡ് ബൈ VT ഇൻറ്റു LNE. LNE എന്ന് വെച്ചാൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. അതുകൊണ്ട് 1 എഴുതിയില്ല. അന്നേരം നമുക്ക് ഇക്വേഷൻ ഈ രീതിയിൽ കിട്ടി. അന്നേരം ഇതിൽ നിന്നും നമുക്ക് VBE1 മൈനസ് VBE2 ഇസ് ഈക്വൽ ടു എനിക്ക് എന്തെന്ന് എഴുതാം, VT LN IC1 ഡിവൈഡഡ് ബൈ IC2 എന്ന് എഴുതാം, IC1 ഡിവൈഡഡ് ബൈ IC2 എന്ന് എഴുതാം. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു, അപ്പൊ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 എന്താണ് നമുക്കൊന്ന് നോക്കാം. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് VBE1 മൈനസ് VBE2 ഇസ് ഈക്വൽ ടു IB2 പ്ലസ് IC2 ഇൻറ്റു RE എന്നുള്ളതാണ് ഇക്വേഷൻ നമ്പർ 1 അല്ലേ. അന്നേരം ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് VBE1 മൈനസ് VBE2 ആണ്. ഇവിടെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് VBE1 മൈനസ് VBE2 ആണ്. അന്നേരം നമുക്ക് ഈ രണ്ട് ഇക്വേഷന്റെയും 1ന്റെയും 3ന്റെയും റൈറ്റ് ഹാൻഡ് സൈഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. സോ ഫ്രം ഇക്വേഷൻ 1 and 3 നമുക്ക് എഴുതാം എന്താണ്, IB2 പ്ലസ് IC2 ഇൻറ്റു RE is equal to VT LN IC1 divided by IC2 എന്ന്
ഓക്കെ, ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ട്രാൻസിസ്റ്ററിന്റെ ബീറ്റ വാല്യൂ എന്ന് പറയുന്നത് ലാർജ് ആണെങ്കിൽ നമുക്ക് എന്തിനെ നെഗ്ലക്ട് ചെയ്യാം? IB2നെ നെഗ്ലക്ട് ചെയ്യാം. അന്നേരം IC എന്ന് പറയുന്നത് എന്താ? ബീറ്റ ടൈംസ് IB ആണ്. അന്നേരം നമ്മൾ എടുത്തിരിക്കുന്ന ട്രാൻസിസ്റ്ററിന്റെ ബീറ്റ വാല്യൂ എന്ന് പറയുന്നത് ലാർജ് ആണെങ്കിൽ വി ക്യാൻ നെഗ്ലക്ട് IB2 അല്ലെ? അങ്ങനെ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? IC2 × RE ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? BT LN എന്താണ്? IC1 ഡിവൈഡഡ് ബൈ IC2 IC1 ഡിവൈഡഡ് ബൈ IC2 എന്ന് നമുക്ക് എഴുതാം. ഈ ഇക്വേഷന് വിളിക്കുന്ന പേരാണ് ട്രാൻസിഡന്റൽ ഇക്വേഷൻ. ഇതിന് വിളിക്കുന്ന പേരാണ് ട്രാൻസിഡന്റൽ ഇക്വേഷൻ. ഇതിന് വിളിക്കുന്ന പേരാണ് ട്രാൻസിഡന്റൽ ഇക്വേഷൻ. അപ്പൊ നമുക്ക് എത്രയാണ് ഇവിടെ കിട്ടേണ്ട IC2ന്റെ വാല്യൂ എന്നുള്ളത് നമുക്ക് ഈ ഇക്വേഷൻ അങ്ങോട്ട് ഈ REയുടെ വാല്യൂ ചേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അന്നേരം ഈ ഇക്വേഷനകത്ത് എന്താ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്താണ് നമ്മൾ IC1ന്റെയും IC2ന്റെയും വാല്യൂ ഒക്കെ നമുക്ക് അറിയാം. IC1ന്റെ IC2ന്റെയും വാല്യൂ അറിയാമെങ്കിൽ നമ്മൾ REയുടെ വാല്യൂ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എന്താണ് നമുക്ക് ഡിസൈഡ് IC2 എത്രയാണ് വേണ്ടുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അന്നേരം ഇതാണ് ഇത്രയേ ഉള്ളൂ എന്തെന്ന് പറയുന്നത് നമ്മുടെ ബിൽഡാർ കറണ്ട് സോഴ്സ്. അന്നേരം ബിൽഡാർ കറണ്ട് സോഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന എവിടത്തേക്കാണ്? നമ്മൾ ബിൽഡാർ കറണ്ട് സോഴ്സ് യൂസ് ചെയ്യുന്നത് ലോ ഇൻപുട്ട് കറണ്ട് ആവശ്യമായിട്ട് വേണ്ടി വരുന്ന സാഹചര്യങ്ങളിലാണ്. നമ്മുടെ ഓപ്പാമ്പ് ഒക്കെ വർക്ക് ചെയ്യുന്നത്, ചില ഓപ്പാമ്പ് ഒക്കെ വർക്ക് ചെയ്യുന്നത് എന്താണ്? വളരെ കുറച്ച് കറണ്ടിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഏതാണ്ട് ഓർഡർ ഓഫ് 5 മൈക്രോ ആംപിയറിന്റെ ഓർഡറിലുള്ള വളരെ ചെറിയ കറണ്ടിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള കറണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ബിൽഡാർ കറണ്ട് സോഴ്സ് സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ അസിമെട്രിക് ആയിരിക്കും. ആന്റിസിമെട്രിക് അല്ല, അസിമെട്രിക് ആയിരിക്കും. ഇവിടെ എന്താ? രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിന്റെ എമിറ്ററിൽ ഒരു റെസിസ്റ്റൻസ് കൂടെ വരുന്നതുകൊണ്ട് VBE2 എന്ന് പറയുന്നത് VBE1നെക്കാട്ടിയും കുറവായിരിക്കും. സ്വാഭാവികമായിട്ട് ഈ IC2 എന്ന് പറയുന്ന കറണ്ട് IC1 എന്ന് പറയുന്ന കറണ്ടിനെക്കാട്ടിയും വളരെ കുറവായിരിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് എന്താ ലോ ഇൻപുട്ട് കറണ്ട് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ബിൽഡാർ കറണ്ട് സോഴ്സ് സർക്യൂട്ട് ചെയ്യാം. എല്ലാവർക്കും ഈ ഒരു ലെക്ചർ മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി കാണാം. സി